ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് പച്ചച്ചീര കിട്ടിയിട്ടുണ്ട്. ആ പച്ചച്ചീര വെച്ചിട്ട് നമ്മളൊന്നൊരു താളിപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കടുക് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചീരത്താളിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് വറ്റൽമുളകാണ്. വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ആ വറ്റൽമുളക് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പിന്നെ ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളക് കീറിയെടുത്തതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചേർത്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളക് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ഈ ചെറിയ ഉള്ളി നല്ല ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. തീ സിമ്മിലിട്ടിട്ട് വേണം, സ്റ്റൗ സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ മുളകും ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്ക് ഇതൊന്ന് മൂത്ത് വരുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിയാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ചീരത്താളിപ്പ് വെള്ളത്തിലല്ല തയ്യാറാക്കുന്നത്. നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ എടുത്ത് വെച്ച് കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഏകദേശം ഇങ്ങനെ മൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ചീര വേവാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ചീര വേവണ സമയം വരെ നമുക്ക് അത് അടച്ചു വെച്ച് വേവിക്കണം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടിയിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കാം. ഞാനിത് വീട്ടിലുണ്ടായ ചീര ഒന്നല്ല, പുറമേ നിന്ന് നല്ല ചീര കണ്ടപ്പോൾ മേടിച്ചതാണ്. ചീരയൊക്കെ ഒന്ന് കഞ്ഞിവെള്ളത്തിൽ മുങ്ങണ രീതിയിലാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചീരത്താളിപ്പ് റെഡിയായി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയല്ല, ഒരു താളിപ്പാണ് ചീരത്താളിപ്പ്. ഇത് ചോറിലേക്ക് നല്ല രസമായിട്ട് കുട്ടികൾക്കും ഒക്കെ ഒരു പോഷകസമൃദ്ധമായിട്ടുള്ള രീതിയിൽ നല്ല അടിപൊളിയാണ് ചോറിലേക്ക്. പെട്ടെന്ന് തന്നെ ഒരു കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഇതാണ് ചീരത്താളിപ്പ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചീര കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പച്ചവെള്ളത്തിലല്ല, നിങ്ങൾ കഞ്ഞിവെള്ളത്തിൽ ചീരത്താളിപ്പ് തയ്യാറാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചീരത്താളിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല്, നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റും. 1-2 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീരത്താളിപ്പാണത്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് തന്നെ ഇതന്നെ മതി. നല്ല ടേസ്റ്റാണ്. ഈ വെളിച്ചെണ്ണയുടെ പച്ചമുളകിൻ്റെ ഒക്കെ നല്ല സ്മെല്ല്, ഉള്ളിയുടെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചീരയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.